വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ പറയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഭീതികരമായ സാങ്കേതിക വിദ്യകളിലൊന്നായ വലുതെന്നോ ചെറുതെന്നോ ഇല്ലാതെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പേടിക്കുന്ന ആയുധങ്ങളുടെ കിരീടം വയ്ക്കാത്ത രാജാവ്, വെപ്പൺ ഓഫ് പീസ് എന്ന അപരനാമം കൈവരിച്ചവൻ, അതെ, ന്യൂക്ലിയർ ബോംബ്. We have spent more than $2 billion on the greatest scientific gamble in history. It is an atomic bomb. It is a harnessing of the basic power of the universe. With this bomb, we have now added a new and revolutionary increase in destruction. That bomb has more power than 20,000 tons of TNT. Roger that, Enola Gay. Begin post-release maneuvering protocol. എന്തുകൊണ്ടാണ് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ ഒരു ആയുധത്തെ വെപ്പൺ ഓഫ് പീസ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കേൾക്കുമ്പോൾ ഔചിത്യമില്ല എന്ന് തോന്നില്ലേ? അതെ, സമാധാനത്തിന്റെ ആയുധം. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്ന പേരുകൾ നൽകിയ 2 ആണവ ആക്രമണങ്ങൾ അമേരിക്ക ജപ്പാന് നേരെ പ്രയോഗിച്ചു. അതോടെ അമേരിക്ക എന്ന വൻ ശക്തിക്ക് മുന്നിൽ ജപ്പാന് അടിയറവ് പറയേണ്ടി വന്നു. പരീക്ഷണത്തിനല്ലാതെ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന് നേരെ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുന്നത്. ആറ്റം ബോംബിന്റെ ശക്തി എന്താണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. എല്ലാവരും ഒരുപോലെ അവനെ പേടിക്കാൻ തുടങ്ങി. അവനുണ്ട് എന്ന ധൈര്യമുള്ളവർ പോലും പേടിച്ചിരുന്നു. കാരണം അവനെപ്പോലുള്ള 1000 പേർ പുറത്തുണ്ട് എന്ന പേടി. ആ ഭയമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരു രാജ്യങ്ങളെയും നയിക്കാത്തത്. ഇപ്പോൾ അവനെ അക്ഷരം തെറ്റാതെ വിളിക്കാലോ, വെപ്പൺ ഓഫ് പീസ് എന്ന്. ആദ്യകാലങ്ങളിൽ 5 രാജ്യങ്ങൾ മാത്രമായിരുന്നു ന്യൂക്ലിയർ സാന്നിധ്യം ഉണ്ടായിരുന്നത്: അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന. എന്നാൽ ഇന്ന് 4 രാജ്യങ്ങൾ കൂടി അവരുടെ ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ചെടുത്തു: ഇസ്രായേൽ, ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ. അങ്ങനെ 9 രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് ന്യൂക്ലിയർ വെപ്പണിന്റെ ട്രിഗറിന്റെ മേൽ കൈവച്ചിരിക്കുന്നത്. ഒരു രാജ്യങ്ങളും അവരുടെ ന്യൂക്ലിയർ വെപ്പണിന്റെ സ്ട്രെങ്ത്തും കപ്പാസിറ്റിയും വെളിപ്പെടുത്തില്ല. അതുപോലെ ഒന്നാണ് DHD സിസ്റ്റം. 1980 സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത അത്യന്തം രഹസ്യമായ പ്രത്യാക്രമണ സംവിധാനമാണ് ഡെഡ് ഹാൻഡ് സിസ്റ്റം. നിലവിൽ റഷ്യയുടെ പക്കൽ മാത്രമാണ് ഡെഡ് ഹാൻഡ് സിസ്റ്റം ഉള്ളത്. സാധാരണയായി ഒരു രാജ്യത്തെ ആണവായുധങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ആ രാജ്യത്തെ ഭരണ നേതൃത്വം അതിന് ഉത്തരവിടേണ്ടതുണ്ട്. എന്നാൽ ഡെഡ് ഹാൻഡ് സിസ്റ്റം അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഡെഡ് ഹാൻഡ് സിസ്റ്റം ഒരു അപ്പോക്കലിപ്റ്റിക് സംവിധാനമാണ്. അതായത് രാജ്യം തികച്ചും നശിപ്പിക്കുകയായിരുന്നാലും തങ്ങൾക്ക് പ്രതികരിക്കാനാവാത്ത സാഹചര്യത്തിൽ ശത്രു രാജ്യത്തോട് പ്രത്യാക്രമണം നടത്താൻ പറ്റുന്ന ഓട്ടോമേറ്റഡ് സംവിധാനം. നിരന്തരമായി ഡെഡ് ഹാൻഡ് സെൻസസ് ഓരോ സമയവും ഹൈ ഫ്രീക്വൻസി ലൈറ്റ്, എർത്ത് ക്വേക്ക്, ഷോക്ക് വേവ്, പ്രഷർ വേരിയേഷൻ, റേഡിയോ ആക്റ്റീവ് ഡിറ്റക്ഷൻ എന്നിങ്ങനെ ഓരോന്നിനും ഓരോ സെൻസസ് പ്രവർത്തിക്കും. എല്ലാ സെൻസസിന്റെയും റീഡിംഗ് വെച്ച് ആറ്റം ബോംബ് ആക്രമണം നടന്നോ ഇല്ലയോ എന്ന് സിസ്റ്റം വിലയിരുത്തും. ഏതാനും നിമിഷങ്ങൾക്കകം ന്യൂക്ലിയർ കമാൻഡിൽ നിന്നും കമാൻഡ് വരുന്നുണ്ടോ എന്ന് സിസ്റ്റം ശ്രദ്ധിക്കും. വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കമാൻഡ് സെന്റർ നശിപ്പിക്കപ്പെട്ടു എന്ന് വിലയിരുത്തും. നേരത്തെ ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന ടാർഗറ്റിലേക്ക് ഒരു ഹ്യൂമൻ സപ്പോർട്ടും ഇല്ലാതെ തന്നെ ആറ്റം ബോംബുമായിട്ടുള്ള 100 കണക്കിന് മിസൈലുകൾ ഉയർന്നു പൊങ്ങും.
ശത്രുരാജ്യത്തെ ഛിന്നം ഭിന്നമാക്കും. അതായത് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാതെ ഈ മിസൈൽ സ്വയം ആണവ മിസൈൽ പ്രക്ഷേപിക്കും. ഇതിന്റെ പ്രധാന ഉദ്ദേശം ശത്രുവിനെ കാമികലോജിക്കൽ ഡിറ്ററൻസ് എന്ന നിലയിൽ ഭയപ്പെടുത്താനാണ്. നിങ്ങൾ ഞങ്ങളെ മുഴുവനായി നശിപ്പിച്ചാലും നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതിന്റെ ഔദ്യോഗിക നാമം പെരിമീറ്റർ എന്നാണ്. ഇപ്പോൾ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകാമെന്നതിന്റെ കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ ഇതിന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് ഒരു പരിധിവരെ മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളെയും പിന്തിരിപ്പിക്കുന്നത്. സാധാരണ ഒരു ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് ന്യൂക്ലിയർ റിയാക്ഷനാണ്. ന്യൂക്ലിയർ ബോംബ് പൊട്ടിയാൽ അതിൻ്റെ ശക്തി സുനാമിയിലോ ഭൂകമ്പത്തിലോ ചേർക്കാൻ പോലും കഴിയാത്ത വിധം വൻതോതിൽ വ്യത്യസ്തമാണ്. ന്യൂക്ലിയർ ബോംബ് 2 തരത്തിലുണ്ട്. ഒന്ന്, യുറാനിയവും പ്ലൂട്ടോണിയം പോലുള്ള കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ. 2, ഹൈഡ്രജൻ ആറ്റത്തിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഹീലിയം ആറ്റത്തിനെ ഉണ്ടാക്കുന്നത് വഴിയുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ വഴി ഉണ്ടാക്കുന്ന ബോംബിനെ ന്യൂക്ലിയർ ബോംബെന്നും എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടാക്കുന്ന ബോംബിനെ ഹൈഡ്രജൻ ബോംബെന്നുമാണ് വിളിക്കുക. ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. 1 2 ആകും, 2 4 ആകും, 4 8 ആകും. അങ്ങനെയായിരിക്കും അതിൻ്റെ ഘടന. 1000 റിയാക്ഷൻ സംഭവിക്കാൻ എടുക്കുന്ന സമയം എന്നത് 0.001 സെക്കൻഡ് ആണ്. എത്ര റിയാക്ഷൻ എടുക്കണമെന്നത് ബോംബിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഒരു സാധാരണ ബോംബിൽ പ്രയോഗിക്കുന്നത് TNT അഥവാ ട്രൈ നൈട്രോടൊലുവിൻ എന്ന സ്ഫോടക വസ്തുവാണ്. അതിൽ ഒരു മോളിക്യൂൾ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് 10 eV എന്നതാണ് കണക്ക്, അതായത് 10 ഇലക്ട്രോൺ വോൾട്ട്. എന്നാൽ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എമിറ്റ് ചെയ്യുന്നത്. ശരാശരി 20 കോടി ഇലക്ട്രോൺ വോൾട്ട്. ഒരു ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ചൂട് എന്നത് അതിഭയങ്കരമായിരിക്കും. സൂര്യന്റെ സർഫസ് ടെമ്പറേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന ചൂടായിരിക്കും അത്. ന്യൂക്ലിയർ ബോംബിന്റെ ശക്തി രേഖപ്പെടുത്തുന്നത് ടൺ TNT-യിലാണ്. ഹിരോഷിമയിൽ പൊട്ടിയ ലിറ്റിൽ ബോയി ബോംബ് 15 കിലോ ടൺ ആയിരുന്നു, അതായത് 15,000 ടൺ TNT. എന്നാൽ ഇന്നത്തെ ആറ്റം ബോംബിന്റെ കപ്പാസിറ്റി അതിലും ഒരുപാട് വലുതാണ്. 100 കിലോ TNT മുതൽ 1200 മെഗാ TNT വരെയുള്ള ബോംബുകളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബോംബായ 100 കിലോ ടൺ TNT-യുടെ റേഞ്ച് നോക്കാം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൽ 100 കിലോ TNT ബോംബ് പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? 100 കിലോ TNT ബോംബ് പൊട്ടിയാൽ അതിന്റെ ഫയർബോളിന്റെ ഒരു ശരാശരി വലുപ്പവും പ്രഷറും 1 കിലോമീറ്റർ ആയിരിക്കും. അതിനകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും വേപ്പറൈസ് ആയിട്ടുണ്ടാവും. അത് കത്തുകയോ ഉരുകുകയോ അല്ല ചെയ്യുന്നത്, ആവിയായി പോയിട്ടുണ്ടാവും. സ്ഫോടനം നടന്ന് 10 സെക്കൻഡ് വരെ ഫയർബോൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് ഫെയ്ഡായി പോകും. എന്നാൽ മനുഷ്യൻ ഇന്ന് വരെ അനുഭവിക്കാത്ത ഏറ്റവും ദൈർഘ്യമേറിയ 10 സെക്കൻഡ് ആയിരിക്കും അത്. സൂര്യൻ സിറ്റിയുടെ നടുവിൽ 10 സെക്കൻഡ് നേരം ജ്വലിച്ചു നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതായിരിക്കും അവസ്ഥ. ആദ്യ 10 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കട്ടി കൂടിയ ഡയമണ്ട് പോലും ഉരുകും. സ്വർണവും ലോഹവും സെക്കൻഡിനുള്ളിൽ ഉരുകിത്തീരും. മനുഷ്യ ശരീരം ആവിയായി വായുവിൽ ഇഴകിച്ചേരും. ദൂരെ നിന്നും ഫയർബോളിലേക്ക് നോക്കുന്നവരുടെ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടും. അതിന് തൊട്ടു പിന്നാലെ ഹെവി ബ്ലാസ്റ്റ് ഡാമേജ് റേഡിയസ് 3.21 കിലോമീറ്റർ സ്ക്വയർ കോൺക്രീറ്റ് ബിൽഡിംഗ് വരെ നിലംപരിശാകാൻ പറ്റുന്ന, മനുഷ്യ ശരീരത്തെ ചിതറിയെറിയാൻ സഹായിക്കുന്ന, വാഹനങ്ങളുടെ പെയിന്റ് ഭസ്മമാക്കാൻ പറ്റുന്നത്രയും ശക്തിയുള്ള ഷോക്ക് വേവ്. 100% ഫെറ്റാലിറ്റി റേറ്റ്, 100% ഡാമേജ് റേറ്റ്. അത് കഴിഞ്ഞ് ഷോക്ക് വേവ് വീണ്ടും സഞ്ചരിക്കും. അതിന് തൊട്ടു പിന്നാലെ റേഡിയേഷൻ റേഡിയസ് റേഞ്ച്. അതിനകത്തുള്ള എല്ലാത്തിനെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള 10.5 കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ റേഞ്ച്. ഹൈലി റേഡിയേഷൻ സോൺ ആയിരിക്കും അതിനകം. അതിനകത്തുള്ള എല്ലാ വസ്തുക്കളും നല്ല രീതിയിൽ തന്നെ ഡാമേജ് സംഭവിക്കും. 15% മാത്രമാണ് സർവൈവൽ റേറ്റ്. എന്നാൽ അവരിൽ സിവിയർ ആയിട്ടുള്ള ക്യാൻസർ രോഗങ്ങൾ വന്ന് 1 മാസത്തിനുള്ളിൽ മരണപ്പെടാനുള്ള ചാൻസ് അധികമാണ്. 14.2 കിലോമീറ്റർ സ്ക്വയറിനുള്ളിൽ മോഡറൈസ്ഡ് ബ്ലാസ്റ്റ് ഡാമേജ് റേഡിയസ്. അതിനുള്ളിൽ മരണങ്ങൾ സംഭവിക്കാനും വലിയ തോതിൽ തന്നെ കത്തുന്ന വസ്തുക്കൾ തീപിടിക്കാനും ബിൽഡിംഗ് ഭാഗികമായി തകരാനും സാധ്യതയുണ്ട്. സർവൈവൽ റേറ്റ് എന്നത് 20%, ഡാമേജ് റേറ്റ് 80% ആയിരിക്കും. 47.9 കിലോമീറ്റർ സ്ക്വയറിൽ 3rd ഡിഗ്രി പൊള്ളലുകളേൽക്കും. വേദന ഉണ്ടാകില്ല, കാരണം പെയിൻ നെർവ് തകർന്നിട്ടുണ്ടാകും. ശരീരത്തിൽ ഒരുപാട് മുറിവുകളും പൊള്ളലുകളോടെയും അല്ലെങ്കിൽ അംഗവൈകല്യത്തോടെയും രക്ഷപ്പെടാം. ഭാഗികമായി മരണങ്ങളും സംഭവിക്കാം. 93.7 കിലോമീറ്റർ സ്ക്വയറിനുള്ളിൽ ലൈറ്റ് ബ്ലാസ്റ്റ് ഡാമേജ് റേഡിയസ് ആണ്. അതിനുള്ളിൽ വരുന്നവർ 90% സർവൈവ് ചെയ്യും. എന്നാൽ ഷോക്ക് വേവിന്റെ പ്രഹരത്താൽ പൊട്ടുന്ന സാധനങ്ങൾ മുഴുവൻ പൊട്ടിത്തെറിക്കും. വിൻഡോ ഗ്ലാസ്, കാറിന്റെ ഗ്ലാസ്. അതിനടുത്ത് നിൽക്കുന്നവർക്ക് ആകെ നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി സംഭവിക്കാം. ശരാശരി 3440 പേർ മരണപ്പെടും. 13,810 പേർക്ക് അതിതീവ്രമായ ഇഞ്ചുറി സംഭവിക്കും. ഇനിയും കഴിഞ്ഞില്ല.
അതിനുശേഷമാണ് ശരിക്കുള്ള ആണവായുധത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നത്. അന്തരീക്ഷം മുഴുവൻ വിഷാംശം കലരും, ജലാശയങ്ങൾ മലിനമാകും. വർഷങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തിനും അതിനു ചുറ്റുമുണ്ടായിരുന്നവർക്കും കാറ്റിന്റെ ദിശ അനുസരിച്ചും അവരുടെ 3 തലമുറയ്ക്കും ജനിക്കുന്ന കുഞ്ഞിനുമടക്കം മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളും, ത്വക്ക് രോഗങ്ങളും, വൈകല്യങ്ങളും, ഓർമ്മക്കുറവും, പോഷകക്കുറവും അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. പല വർഷങ്ങൾക്ക് ശേഷം പോലും ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയില്ല. ഇതുവരെ നമ്മൾ കണ്ടത് ഇപ്പോഴുള്ള ഒരു ചെറിയ ന്യൂക്ലിയർ ബോംബിന്റെ പ്രഹരമേറ്റാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ പരിസരത്തിന്റെ സ്ഥിതി അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അതായത് സ്ഥലത്തെ പെട്രോൾ പമ്പ്, ഗ്യാസ് സ്റ്റേഷൻ, എയർപോർട്ട്, കെമിക്കൽ ഫാക്ടറി, സ്പേസ് സ്റ്റേഷൻ എന്നിങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഉള്ളതിനാൽ സ്ഫോടനം 3 മടങ്ങായി കൂടാനേ ചാൻസ് ഉള്ളൂ. മനുഷ്യനിർമ്മിതമായതിൽ ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബ് എന്നത് 1961 റഷ്യ വികസിപ്പിച്ചെടുത്ത 57 മെഗാ ടൺ കപ്പാസിറ്റിയുള്ള സാർ ഹൈഡ്രജൻ ബോംബാണ്. അതായത് 57,000 കിലോ ടൺ. അത് നമ്മുടെ തലസ്ഥാനത്ത് പൊട്ടുമ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ല മുഴുവനായും, കൊല്ലം ജില്ല പകുതിയായും, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് 20% ലോക മാപ്പിൽ നിന്നും അപ്രത്യക്ഷമാകും. ഇനി ആറ്റം ബോംബിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ആദ്യം മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുക. മനസ്സിന്റെ ബലമാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് സർവ്വശക്തിയും എടുത്ത് ബോംബ് വീഴുന്നതിന്റെ എതിർഭാഗത്തേക്ക് ശക്തിയായി ഓടുക. ഓടുന്നതിന്റെ ഒപ്പം തന്നെ വലുപ്പമേറിയതോ ബലമുള്ളതോ ആയ ഒരു മരം കണ്ടുപിടിക്കുക. ഒട്ടും സമയം കളയാതെ തന്നെ ആ മരത്തിന് പിന്നിൽ പോയി ഒളിക്കുക. എന്നിട്ട് കണ്ണടച്ച് കൈകൾ കൂപ്പി മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വീണ ബോംബ് പൊട്ടാതിരിക്കുക. പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ, അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ.